ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് ഹൗസ് ബോട്ടും ബാക്ക് വാട്ടേഴ്സും ഒക്കെ ആണല്ലേ. അങ്ങനെ ഞങ്ങളും ഒരു ഹൗസ് ബോട്ട് ക്രൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഓവർനൈറ്റ് ക്രൂസ് ആണ് സെലക്ട് ചെയ്തത്. അതിന്റെ ടൈമിങ് 12 PM to 9 AM ആണ്. ഞങ്ങൾ എത്തിയത് പള്ളാത്തുരുത്തി എന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്ക് പേ ആൻഡ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കാറ് ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ലഗേജ് ഒക്കെ എടുത്ത് ഹൗസ് ബോട്ടിന്റെ അടുത്തേക്ക് ഞങ്ങൾ പോയി. ഇവിടാണ് ഹൗസ് ബോട്ടിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ബോട്ടിനുള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് തന്നാണ് അവർ നമ്മളെ സ്വീകരിക്കുന്നത്. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ലെമൺ ജ്യൂസ് ആണ് തന്നത്. 12 o'clock ആയിരുന്നു ക്രൂസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. എങ്കിലും ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് 11:45 ആയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഹൗസ് ബോട്ടിനകത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഹൗസ് ബോട്ടിനുള്ളിൽ 3 ബെഡ്റൂം ആണുള്ളത് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ഞങ്ങൾ 2 ബെഡ്റൂമാണ് ബുക്ക് ചെയ്തത്. പിന്നെ ഒരു കിച്ചൺ ഉണ്ട്. എൻട്രൻസിന്റെ അവിടെ തന്നെ ഡൈനിങ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഫ്ലോറിൽ ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് പമ്പ ആറിലാണ്. പിന്നെ അത് വേമ്പനാട്ട് കായലിലോട്ട് കടക്കും. പോകുന്ന വഴിയിൽ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അവിടെ ഇറങ്ങി നമുക്ക് വേണ്ടുന്ന ഫിഷ് ഒക്കെ മേടിക്കാം. നമ്മൾ തന്നെയാണ് പേ ചെയ്യുന്നത്. ഞങ്ങൾ മേടിച്ചത് പ്രോൺസ് ആണ്. അതിന് കിലോയ്ക്ക് ഇവിടെ 2000 രൂപയാണ്. ഞങ്ങൾ അത് മേടിച്ച് ഹൗസ് ബോട്ടിലെ കുക്കിനെ ഏൽപ്പിച്ചു. അത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ കുക്ക് ചെയ്ത് തരും. ഇത് ഡിന്നറിനാണ് അവർ കുക്ക് ചെയ്ത് തരുന്നത്. 1:30 ഒക്കെ ആയപ്പോഴത്തേക്കിന് അവർ ലഞ്ച് കൊണ്ടുവന്നു. ലഞ്ചിന് ഇതൊക്കെയായിരുന്നു: കരിമീൻ ഫ്രൈ, സാലഡ്, പപ്പടം, ഫിഷ് കറി, മോര്, ഒരു മെഴുക്കുവരട്ടി, തോരൻ, പിന്നെ ഒരു അച്ചാറും ഉണ്ടായിരുന്നു. ഫുഡൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു. ബാക്കി വിശേഷങ്ങളുമായിട്ട് പാർട്ട് 2 കാണാം.